എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ബിഗിനേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ നിങ്ങളിത് അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നീ എന്തുകൊണ്ടാണ് നിൻ്റെ ഹോംവർക്ക് ചെയ്യാത്തത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Why are you not doing your homework? Why are you not doing your homework? എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് നിൻ്റെ ഹോംവർക്ക് ചെയ്യാത്തത് എന്നാണ് മീനിങ്. ഡു യുവർ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹോംവർക്ക് ചെയ്യുക എന്നാണ്. സോ വൈ ആർ യു നോട്ട് ഡൂയിങ് യുവർ ഹോംവർക്ക് എന്ന് ചോദിച്ചാൽ നീ എന്താണ് നിൻ്റെ ഹോംവർക്ക് ചെയ്യാത്തത് എന്നാണ് മീനിങ്. ഇനി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, നീ അത് ചെയ്ത് തീർത്തിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാവ് യു കംപ്ലീറ്റഡ് ഇറ്റ്? ഹാവ് യു കംപ്ലീറ്റഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്ത് തീർത്തിട്ടുണ്ടോ എന്നാണ് മീനിങ്. കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക, തീർക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ നീ അത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഹാവ് യു കംപ്ലീറ്റഡ് ഇറ്റ്. ഇനി ഞാൻ നിൻ്റെ ഹോംവർക്ക് പരിശോധിക്കട്ടെ എന്ന് പറയണം. അതെങ്ങനെ പറയും? ലെറ്റ് മീ ചെക്ക് യുവർ ഹോംവർക്ക്. ലെറ്റ് മീ ചെക്ക് യുവർ ഹോംവർക്ക്. ചെക്ക് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ നിൻ്റെ ഹോംവർക്ക് പരിശോധിക്കട്ടെ എന്ന് പറയാനാണ് ലെറ്റ് മീ ചെക്ക് യുവർ ഹോംവർക്ക്. ഇനി അടുത്തത് നമ്മൾ ചോദിക്കത്തില്ലേ, എല്ലാം ശരിയാണോ? അതായത് കുഴപ്പം ഒന്നും ഇല്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കത്തില്ലേ, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്? എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം, ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ള മീനിങ് ആണ്. സോ എല്ലാം ശരിയാണോ എന്ന് ചോദിക്കാനാണ് ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ ഈസ് ദെയർ എനിത്തിങ് റോങ്? ഈസ് ദെയർ എനിത്തിങ് റോങ്? എനിത്തിങ് റോങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം എന്നുള്ള അർത്ഥമാണ്. സോ ഈസ് ദെയർ എനിത്തിങ് റോങ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, എന്തിനാ പേടിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു സ്കെയർഡ്? വൈ ആർ യു സ്കെയർഡ്? സ്കെയർ എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ള മീനിങ് ആണ്. സോ വൈ ആർ യു സ്കെയർഡ് എന്ന് ചോദിച്ചാൽ നീ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് മീനിങ്. വൈ ആർ യു സ്കെയർഡ്. ഇനി നമുക്ക് പറയണം വിഷമിക്കാൻ ഒന്നുമില്ല. അതെങ്ങനെയാണ് പറയുന്നത്? ദെയർ ഈസ് നത്തിങ് ടു വറി. ദെയർ ഈസ് നത്തിങ് ടു വറി. വറി എന്ന് പറഞ്ഞാൽ വ്യാകുലത അല്ലെങ്കിൽ വിഷമം എന്നൊക്കെയുള്ള മീനിങ് ആണ്. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. സോ ദെയർ ഈസ് നത്തിങ് ടു വറി എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല എന്നാണ് മീനിങ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ നത്തിങ് ടു വറി എന്ന് പറയാം. നത്തിങ് ടു വറി എന്ന് പറഞ്ഞാലും വിഷമിക്കാനൊന്നുമില്ല എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, എന്നെ വിശ്വസിക്കൂ എല്ലാം ശരിയാകും എന്ന് പറയണം. അതെങ്ങനെ പറയും? എന്നെ വിശ്വസിക്കൂ എന്ന് പറയാൻ ബിലീവ് മീ. ബിലീവ് മീ എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കൂ എന്നാണ്. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാകും എന്നാണ്. ബിലീവ് മീ, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഇനി നമ്മൾ കുട്ടികളോട് ചോദിക്കത്തില്ല, നിനക്ക് മാത്സ് ഇഷ്ടമാണോ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു യു ലൈക്ക് മാത്തമാറ്റിക്സ്? ഡു യു ലൈക്ക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്സ് എന്ന സബ്ജക്റ്റ് ഇഷ്ടമാണോ എന്നാണ് മീനിങ്. ഡു യു ലൈക്ക് മാത്തമാറ്റിക്സ്. ഇനി നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയാൻ ഫേവറേറ്റ്. അപ്പം വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് എന്നാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഇനി നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് നമ്മൾ ചോദിക്കത്തില്ലേ? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ് എന്നാണ് മീനിങ്. ഇനി നമ്മൾ പറയത്തില്ലേ, നീ വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ്. അതെങ്ങനെ പറയും? യു ആർ എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ. യു ആർ എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ. ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമതിയായ എന്നുള്ള മീനിങ് ആണ്. സോ യു ആർ എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ നീ വളരെ ബുദ്ധിമതിയായ ഒരു കുട്ടിയാണ് എന്നാണ് മീനിങ്. ഇനി അവൾ വളരെ സുന്ദരിയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഈസ് വെരി പ്രിറ്റി. ഷീ ഈസ് വെരി പ്രിറ്റി എന്ന് പറഞ്ഞാൽ അവൾ വളരെ സുന്ദരിയാണ് എന്നാണ് മീനിങ്. പ്രിറ്റി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നുള്ള മീനിങ് ആണ്. സോ ഷീ ഈസ് വെരി പ്രിറ്റി എന്ന് പറഞ്ഞാൽ അവൾ വളരെ സുന്ദരിയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഇപ്പോൾ നീ പുറത്ത് പോകണ്ട അല്ലെങ്കിൽ പോകരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് ഗോ ഔട്ട്സൈഡ് നൗ. ഡോണ്ട് ഗോ ഔട്ട്സൈഡ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ പുറത്ത് പോകണ്ട എന്നാണ്. ഡോണ്ട് ഗോ ഔട്ട്സൈഡ് നൗ.
ഇന്ന് ഭയങ്കര ചൂടാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ചൂടാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട്. സോ ഇന്ന് വളരെ ചൂടാണ് എന്ന് പറയാനാണ് ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. വെളിയിൽ വളരെ ചൂടാണ് എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിലോ ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ വെളിയിൽ വളരെ ചൂടാണ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. ഇനി നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്ന് ചോദിക്കണം. എത്ര എന്നുള്ള മീനിങ്ങിൽ ചോദിക്കേണ്ടപ്പം ഹൗ മെനി എന്ന് യൂസ് ചെയ്യാം. അപ്പം ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നാണ് മീനിങ്. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്. ഇനി അടുത്തത്, നീ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാകണം എന്ന് പറയണം. അതെങ്ങനെ പറയും? യു ഹാവ് ടു ഗെറ്റ് റെഡി ഇൻ 5 minutes. യു ഹാവ് ടു ഗെറ്റ് റെഡി ഇൻ 5 minutes എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ റെഡി ആകണം എന്നാണ്. തയ്യാറാകണം എന്നുള്ള മീനിങ് ആണ്. യു ഹാവ് ടു എന്ന് പറഞ്ഞാൽ നീ അത് നിർബന്ധമായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ നീ അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ യു ഹാവ് ടു ഗെറ്റ് റെഡി ഇൻ 5 minutes എന്ന് പറഞ്ഞാൽ നീ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് മീനിങ്. പിന്നെ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, സൂക്ഷിക്കണേ, ഗ്ലാസ് പൊട്ടിക്കരുത്. അതെങ്ങനെ പറയും? ബി കെയർഫുൾ, ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്. ബി കെയർഫുൾ, ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നാണ്. സോ ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടിക്കരുത് എന്നാണ്. ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. സോ ബി കെയർഫുൾ, ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്. ഇനി അടുത്തത്, നീ എന്താണ് വൈകിയത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു ലേറ്റ്. വൈ ആർ യു ലേറ്റ് അതായത് നീ എന്തുകൊണ്ടാണ് വൈകിയത് എന്നാണ് മീനിങ്. വൈ ആർ യു ലേറ്റ്. ഇനി നീ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു സോ ലേറ്റ്. വൈ ആർ യു സോ ലേറ്റ് എന്ന് പറഞ്ഞാൽ നീ എന്താണ് ഇത്രയും വൈകിയത് എന്നാണ് മീനിങ്. ഇനി കുട്ടികളൊക്കെ ഭക്ഷണം പാഴാക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഭക്ഷണം പാഴാക്കരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് വേസ്റ്റ് യുവർ ഫുഡ്. ഡോണ്ട് വേസ്റ്റ് യുവർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, അതായത് പാഴാക്കരുത് എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ മുട്ടായി ഒക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നീ നിൻ്റെ സഹോദരനുമായിട്ട് ആ ചോക്ലേറ്റ് പങ്കിടുക, ഷെയർ ചെയ്യുക എന്ന് പറയത്തില്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? ഷെയർ യുവർ ചോക്ലേറ്റ് വിത്ത് യുവർ ബ്രദർ. ഷെയർ യുവർ ചോക്ലേറ്റ് വിത്ത് യുവർ ബ്രദർ എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരനുമായിട്ട് ഈ മുട്ടായി പങ്കിടുക എന്നുള്ള മീനിങ് ആണ്. ഷെയർ എന്ന് പറഞ്ഞാൽ പങ്കിടുക എന്നുള്ള അർത്ഥമാണ്. ഷെയർ യുവർ ചോക്ലേറ്റ് വിത്ത് യുവർ ബ്രദർ. ഇനി നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ, പങ്കുവയ്ക്കുന്നത് നല്ല ശീലമാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഷെയറിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. ഷെയറിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം എന്നുള്ള മീനിങ് ആണ്. ഷെയറിങ് എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കൽ എന്നുള്ള അർത്ഥമാണ്. സോ ഷെയറിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുന്നത് ഒരു നല്ല ശീലമാണ് എന്നാണ് മീനിങ്. ഇനി നിൻ്റെ സഹോദരൻ എന്തിയെ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഈസ് യുവർ ബ്രദർ. വേർ ഈസ് യുവർ ബ്രദർ എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരൻ എന്തിയെ എന്നുള്ള അർത്ഥമാണ്. വേർ ഈസ് യുവർ ബ്രദർ. അവനെ വിളിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? കോൾ ഹിം. കോൾ ഹിം എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുക എന്നുള്ള മീനിങ് ആണ്. കോൾ ഹിം. പിന്നെ നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ, നീ ഇത് സ്വന്തമായിട്ട് ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ പറയും? ട്രൈ ടു സോൾവ് ദിസ് യുവർ സെൽഫ്. ട്രൈ ടു സോൾവ് ദിസ് യുവർ സെൽഫ്. സോൾവ് എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഇത് സ്വന്തമായിട്ടൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക എന്ന് പറയാനാണ് ട്രൈ ടു സോൾവ് ദിസ് യുവർ സെൽഫ്. ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് വഴക്ക് കൂടുന്നത് എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ആർ യു ഫൈറ്റിംഗ്. വൈ ആർ യു ഫൈറ്റിംഗ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വഴക്കിടുക എന്നുള്ള മീനിങ് ആണ്. സോ എന്തിനാണ് നിങ്ങൾ വഴക്ക് പിടിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വൈ ആർ യു ഫൈറ്റിംഗ്. അതേപോലെ നമ്മൾ ചോദിക്കത്തില്ലേ, എന്താണ് ഇവിടെ നടക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഇത് ശരിയല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ദിസ് ഈസ് നോട്ട് ഫെയർ അതായത് ന്യായമല്ല എന്നുള്ള മീനിങ് ആണ്. ദിസ് ഈസ് നോട്ട് ഫെയർ. ഇത് ന്യായമല്ല എന്നാണ് മീനിങ്. ദിസ് ഈസ് നോട്ട് ഫെയർ. ഇനി അടുത്തത്, എന്നെ പ്രകോപിപ്പിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഡോണ്ട് ഇറിറ്റേറ്റ് മീ അതായത് എന്നെ പ്രകോപിപ്പിക്കരുത് എന്നാണ് മീനിങ്. പിന്നെ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറയണമെങ്കിലോ
ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ശല്യപ്പെടുത്തരുത് എന്നാണ് മീനിങ്. ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക. ഇനി നീ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു ഡിസ്റ്റർബിങ് മീ? വൈ ആർ യു ഡിസ്റ്റർബിങ് മീ എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്? വൈ ആർ യു ഡിസ്റ്റർബിങ് മീ. പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ അവർ മടിച്ച് നിൽക്കുമ്പം പറയത്തില്ലേ, ലജ്ജിക്കേണ്ട അല്ലെങ്കിൽ നാണിക്കേണ്ട എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഡോണ്ട് ബി ഷൈ. ഡോണ്ട് ബി ഷൈ എന്ന് പറഞ്ഞാൽ നാണിക്കേണ്ട എന്നുള്ള മീനിങ് ആണ്. ഷൈ എന്ന് പറഞ്ഞാൽ നാണം എന്നാണ് മീനിങ്. സോ നാണിക്കേണ്ട എന്ന് പറയാൻ ഡോണ്ട് ബി ഷൈ. പിന്നെ നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, നിൻ്റെ പ്രശ്നം എന്താണ്? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്നാണ്. സോ നിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കാനാണ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം. ഇനി നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡു യു ഹാവ് എനി പ്രോബ്ലം? ഡു യു ഹാവ് എനി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ, വളരെ നന്നായി ചെയ്തു, ഇതുപോലെ തുടർന്നും ചെയ്യുക എന്ന് പറയത്തില്ലേ? അതിന് പറയാവുന്നത് വെൽ ഡൺ, കീപ്പ് ഇറ്റ് അപ്പ്. വെൽ ഡൺ, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായി ചെയ്തു, ഇനി അത് തുടരുക എന്നുള്ള മീനിങ് ആണ്. വെൽ ഡൺ, കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളോടൊക്കെ നമ്മൾ നീ നിൻ്റെ ബാഗ് അടുക്കിയോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡിഡ് യു പാക്ക് യുവർ ബാഗ്? ഡിഡ് യു പാക്ക് യുവർ ബാഗ്? പാക്ക് എന്ന് പറഞ്ഞാൽ അടുക്കുക എന്നുള്ള മീനിങ് ആണ്. സോ നിൻ്റെ ബാഗ് അടുക്കിയോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു പാക്ക് യുവർ ബാഗ്. ഇനി നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നിൻ്റെ ലഞ്ച് കഴിക്കുക ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ? അതിന് ഹാവ് യുവർ കഴിഞ്ഞിട്ട് എന്താണോ അത് പറയാം. അതായത് നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കുക എന്ന് പറയാൻ ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി നിൻ്റെ ചായ കുടിക്കുക എന്ന് പറയാൻ ഹാവ് യുവർ ടീ എന്ന് പറയാം. ഹാവ് യുവർ ടീ എന്ന് പറഞ്ഞാൽ നിൻ്റെ ചായ കുടിക്കുക എന്നാണ് മീനിങ്. ഹാവ് യുവർ ടീ. പിന്നെ നമ്മൾ പറയത്തില്ലേ, ക്ഷമയോടെ ഇരിക്കൂ. അതെങ്ങനെ പറയും? ഹാവ് പേഷ്യൻസ്. ഹാവ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നുള്ള മീനിങ് ആണ്. സോ ക്ഷമയോടെ ഇരിക്കൂ എന്ന് പറയാനാണ് ഹാവ് പേഷ്യൻസ്. പിന്നെ നമ്മൾ കുട്ടികളോട് നിനക്ക് ദാഹിക്കുന്നുണ്ടോ, വിശക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആർ യു കഴിഞ്ഞിട്ട് എന്താണോ അത് പറഞ്ഞാൽ മതി. അതായത് നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു തേഴ്സ്റ്റി. ആർ യു തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്നാണ് അർത്ഥം. ഇനി നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ ആർ യു ഹംഗ്രി. ആർ യു ഹംഗ്രി. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശക്കുന്നു എന്നുള്ള അർത്ഥമാണ്. സോ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു ഹംഗ്രി. പിന്നെ നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു ഷുവർ. ആർ യു ഷുവർ എന്ന് പറഞ്ഞാൽ നിനക്ക് ഉറപ്പാണോ എന്നാണ് മീനിങ്. അതേപോലെ തന്നെ നീ കാര്യമായിട്ട് പറയുന്നതാണോ എന്ന് ചോദിക്കാൻ ആർ യു സീരിയസ്. ആർ യു സീരിയസ് എന്ന് പറഞ്ഞാൽ നീ കാര്യമായിട്ട് പറയുന്നതാണോ എന്നാണ് മീനിങ്. ആർ യു സീരിയസ്. ഇതേപോലെ തന്നെ നിനക്ക് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കണം. ക്ഷീണം എന്ന് പറയാൻ ടയേർഡ് എന്ന് പറയാം. അപ്പം ആർ യു ടയേർഡ്. ആർ യു ടയേർഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് ക്ഷീണമുണ്ടോ എന്നാണ് മീനിങ്. പിന്നെ നമ്മളിങ്ങനെ പറയത്തില്ലേ, പോകണ്ടെന്ന് അവനോട് പറയൂ. അതെങ്ങനെ പറയും? അവനോട് പറയൂ എന്ന് പറയാൻ ടെൽ ഹിം ആണ്. അപ്പം പോകേണ്ട എന്ന് പറയാൻ നോട്ട് ടു ഗോ. ടെൽ ഹിം നോട്ട് ടു ഗോ. അതായത് പോകേണ്ട എന്ന് അവനോട് പറയൂ എന്നാണ് മീനിങ്. അതേപോലെ തന്നെ വരണ്ട എന്ന് അവനോട് പറയൂ എന്ന് പറയണമെങ്കിലോ ടെൽ ഹിം നോട്ട് ടു കം. ടെൽ ഹിം നോട്ട് ടു കം എന്ന് പറഞ്ഞാൽ. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.